أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. തഖ്വീമുൽ ലിസാന് സബക്ക് 2. കഴിഞ്ഞ സബക്കിൽ നമ്മൾ ചർച്ച ചെയ്തത് കലിമത്തുകളെ കുറിച്ചായിരുന്നു. നമ്മൾ പറഞ്ഞു അറബി കലാമുകൾ, അറബി കലിമത്തുകൾ എല്ലാം 3 വിഭാഗത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. ഏതൊരു അറബി പദം എടുത്തു നോക്കിയാലും നമ്മൾ പറഞ്ഞ 3 വിഭാഗത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതായിരിക്കും. 1 ഇസ്മാണ്, 2 ഫിഅല്, 3 ഹർഫ്. ഇസ്മ എന്നാൽ ഒരാളുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ ഒക്കെ പേരുകൾ. ഫിഅൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തിൻ്റെയോ വരാൻ പോകുന്ന കാലത്തിൻ്റെയോ മേലിലൊക്കെ അറിയിക്കുന്ന പ്രവൃത്തികൾ. ഹർഫ് എന്നാൽ സ്വന്തമായി ഒരു അർത്ഥമില്ലാത്തതും എന്നാൽ മറ്റൊന്നിനോട് കൂടെ ചേർന്നാൽ അർത്ഥം ലഭിക്കുന്നതുമായിട്ടുള്ള പദങ്ങൾ. ഈ 3 വിഭാഗങ്ങളാണ് കലാമിൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ബാബ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബാബുൽ ഇഅ്റാബി വൽ ബിനാഇ, മുഅ്റബ്, മബ്നികൾ എന്നിവയെക്കുറിച്ചാണ്. ഇനി വരുന്ന ഏതാനും ചർച്ചകൾ മുഴുവനും മുഅ്റബുകളെയും മബ്നികളെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബാബുൽ ഇഅ്റാബി വൽ ബിനാഇ. വൽ ഇഅ്റാബു, ഇഅ്റാബ് ഫിൽ അസ്മാഇ, ഇസ്മുകളിൽ ഇഅ്റാബുകൾ അർ-റഫ്ഉ വൻ നസ്ബു വൽ ജർറു, റഫ്അ്, നസ്ബ്, ജർറ് എന്നിവയാണ്. വഫിൽ അഫ്ആലി, ഫിഅലുകളിൽ ഇഅ്റാബുകൾ അർ-റഫ്ഉ വൻ നസ്ബു വൽ ജസ്മു, റഫ്അ്, നസ്ബ്, ജസ്മ് എന്നിവയാണ്. ഫൽ ജർറു, അപ്പോൾ ജർറ് എന്ന ഇഅ്റാബ് യുഖ്തസ്സു ബിൽ അസ്മാഇ, അത് ഇസ്മുകളോട് ഖാസായിരിക്കുന്നു, ഇസ്മുകൾക്ക് മാത്രമുള്ളതാണ്. ദൂനൽ അഫ്ആലി, ജർറ് ഫിഅലുകൾക്ക് ഉണ്ടാവുകയില്ല. ഫിഅലുകളെ കൂടാതെ ഇസ്മുകൾക്ക് മാത്രം പ്രത്യേകമായവയാണ് ജർറ്. വൽ ജസ്മു, ജസ്മു യുഖ്തസ്സു ബിൽ അഫ്ആലി, ഫിഅലുകൾക്ക് പ്രത്യേകമായതാണ്, ഫിഅലുകളിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ദൂനൽ അസ്മാഇ, ഇസ്മുകളിൽ ഉണ്ടാവുകയില്ല, ഇസ്മുകളെ കൂടാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇഅ്റാബുകൾ. അറബിയിൽ ഇഅ്റാബുകൾ 4 വിധമാണ് ഉള്ളത്. അറബിയിൽ ഇഅ്റാബുകൾ 4 എണ്ണമാണ്. റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ് ഇവയാണ് അറബിയിലെ 4 ഇഅ്റാബുകൾ. ഇനി ഇവയുടെ പ്രയോഗങ്ങളും ഇവയുടെ അലാമത്തുകളൊക്കെ നമ്മൾ വരുന്ന ചർച്ചകളിലൊക്കെ പറയും. തുടക്കത്തിൽ പ്രാഥമികമായിക്കൊണ്ട് ഇത്ര മനസ്സിലാക്കുക, അറബിയിൽ 4 ഇഅ്റാബുകളാണുള്ളത്. റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. എന്നാൽ ഈ 4 മുഴുവനും ഇസ്മിലും ഫിഅലിലും വരികയില്ല. ഇസ്മുകളിൽ വരുന്നത് റഫ്അ്, നസ്ബ്, ജർറ് എന്നിവ മാത്രമാണ്. ജസ്മ് ഇസ്മുകളിൽ വരികയില്ല. ഫിഅലുകളിൽ വരുന്നത് റഫ്അ്, നസ്ബ്, ജസ്മ് എന്നിവയാണ്. ജർറ് ഫിഅലുകളിൽ ഉണ്ടാവുകയില്ല. ചുരുക്കത്തിൽ 4 ഇഅ്റാബുകളായിട്ടുള്ള റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ് എന്നിവയിൽ റഫ്ഉം നസ്ബും ഇസ്മിലും ഫിഅലിലും വരുന്നു. ജർറ് ഇസ്മിൽ മാത്രവും ജസ്മ് ഫിഅലിൽ മാത്രവും വരുന്നു. ഇനി വൽ ബിനാഉ, മബ്നികൾ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇഅ്റാബുകൾ മുഅ്റബുകൾ ആണ്. മുഅ്റബുകൾക്കുള്ള ഇഅ്റാബുകളാണ് 4 എണ്ണം പറഞ്ഞു. അവയിൽ ഇസ്മുകളോട് ഖാസായതും ഫിഅലുകളോട് ഖാസായതും ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വൽ ബിനാഉ, മബ്നികൾ അർബഅത്തു അൻവാഇൻ, അതും 4 ഇനങ്ങൾ തന്നെയാണ്. ലമ്മുൻ വ ഫത്ഹുൻ വ കസ്റുൻ വ വഖ്ഫുൻ. ലമ്മുൻ വ ഫത്ഹുൻ വ കസ്റുൻ വ വഖ്ഫുൻ. ലമ്മ്, ഫതഹ്, കസ്ർ, വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സുക്കൂന് എന്നാണ്. വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുക്കൂന് എന്നാണ്. കാരണം നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനിൻ്റെ മേലിലാണല്ലോ നിർത്താറുള്ളത്. അതുകൊണ്ടാണ് സുക്കൂനിനെ വഖഫ് എന്നുകൂടി പറയുന്നത്. അപ്പോൾ മബ്നികളും 4 എണ്ണമാണ്. ലൊമ്മ്, ഫതഹ്, കസ്ർ, വഖഫ് അല്ലെങ്കിൽ സുക്കൂന്. നമ്മുടെ ചർച്ച, നമ്മുടെ ബാബ് തന്നെ ഇഅ്റാബുകൾ വൽ ബിനാ, അൽ ഇഅ്റാബു വൽ ബിനാഉ, മുഅ്റബുകളും മബ്നികളും എന്നതാണ്.
മുഅറബുകൾ നമ്മൾ പറഞ്ഞു നാല് ഇഅ്റാബുകളാണ് അറബിയിലുള്ളത്, അറബി ഭാഷയിലുള്ളത്. റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. ഇവയിൽ റഫ്ഉം നസ്ബും ഇസ്മിലും ഫിഅലിലും വരുന്നു, ജർറ് ഇസ്മിൽ മാത്രവും ജസ്മ് ഫിഅലിൽ മാത്രവും വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മബ്നികളും ബിനാഅുകളും 4 എണ്ണമാണ് ഉള്ളത്. ലൊമ്മ്, ഫതഹ്, കസ്ർ, സുക്കൂന് അല്ലെങ്കിൽ വഖഫ്. ഇനി ഫൽ ഫർഖു ബൈനൽ ഇഅ്റാബി വൽ ബിനാഇ, എന്താണ് ഈ ഇഅ്റാബുകളും ബിനാഅുകളും തമ്മിലുള്ള വ്യത്യാസം? 4 ഇഅ്റാബുകളെയും 4 ബിനാഅുകളെയും നമ്മൾ എണ്ണി. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? അന്നൽ ഇഅ്റാബ യതഗയ്യറു, ഇഅ്റാബ് എന്നുള്ളത് മാറി വരും. ഒരു പദത്തിൽ അതിൻ്റെ ഇഅ്റാബുകൾ അത് വരുന്ന സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അതിൻ്റെ മേലിൽ സംഭവിക്കുന്ന ആമിലുകൾക്കും അനുസരിച്ച് ഇഅ്റാബുകൾ മാറി വരുന്നു. അതാണ് പറഞ്ഞത് അന്നൽ ഇഅ്റാബ യതഗയ്യറു, അത് മാറ്റം സംഭവിക്കുന്നതാണ് ഇഅ്റാബുകൾ. എന്നാൽ വൽ ബിനാഉ ലാ യതഗയ്യറു, ബിനാഉകൾ അത് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. ഇത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ സഹിതം ശേഷമുള്ള ചർച്ചകളിൽ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അർത്ഥം വെച്ച് മാത്രം പോകുന്നത്. അപ്പോൾ ഇഅ്റാബുകൾ മാറ്റം വരുന്നു, അതിന് മാറ്റം സംഭവിക്കുന്നു, സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നു. എന്നാൽ വൽ ബിനാഉ, ബിനാഉകൾ ലാ യതഗയ്യറു, ഒരിക്കലും തന്നെ മാറ്റം സംഭവിക്കുന്നില്ല. മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. മറ്റൊരു വ്യത്യാസം കൂടിയുള്ളത് വൽ ഇഅ്റാബു, ഇഅ്റാബുകൾ യകൂനു, അത് ആകുന്നു ഫി ആഖിരിൽ കലിമത്തി, കലിമത്തിൻ്റെ അവസാനത്തിലാണ് ഇഅ്റാബുകൾ ഉണ്ടാവുക. ഒരു പദത്തിൻ്റെ റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ് എന്നിവ ആ പദത്തിൻ്റെ അവസാനത്തിലായിരിക്കും ഉണ്ടാവുക. ദൂന അവ്വലിഹ, അതിൻ്റെ തുടക്കത്തിലുണ്ടാവുകയില്ല. വ ഔസത്തിഹ, അതിൻ്റെ മധ്യത്തിലും ഉണ്ടാവുകയില്ല, നടുവിലും ഉണ്ടാവുകയില്ല. എന്നാൽ വൽ ബിനാഉ, ബിനാഉകൾ യകൂനു, അത് ആകുന്നു ഫി അവ്വലിൽ കലിമത്തി, കലിമത്തിൻ്റെ തുടക്കത്തിൽ വരാം. വ ഔസത്തിഹ, അതിൻ്റെ മധ്യത്തിൽ വരാം. വ ആഖിരിഹ, അതിൻ്റെ അവസാനത്തിലും വരാം. അപ്പം മബ്നികൾ, ബിനാഉകൾ ഒരു കലിമത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ വരാവുന്നതാണ്. എന്നാൽ ഇഅ്റാബുകൾ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഇഅ്റാബുകളും ഈ ബിനാഉകളും തമ്മിലുള്ള 2 വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇഅ്റാബുകൾ മാറ്റം സംഭവിക്കുന്നു, യതഗയ്യറു, അവ മാറ്റം സംഭവിക്കുന്നു. വൽ ബിനാഉ ലാ യതഗയ്യറു, ബിനാഉകൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ വ്യത്യാസം പറഞ്ഞത് ഇഅ്റാബുകൾ ഒരു കലിമത്തിൻ്റെ ആഖിറിലായിരിക്കും, അവസാനത്തിലായിരിക്കും ഉണ്ടാവുക. ബിനാഉകൾ ഒരു പദത്തിൻ്റെ, ഒരു കലിമത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ആകാവുന്നതാണ്. ഇത്രയുമാണ് ഇഅ്റാബ് ബിനായിൽ പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ഏതാനും ചില ഫസ്ലുകൾ, ഏതാനും ചില ഉപചർച്ചകൾ വരുന്നത് ഈ ഇഅ്റാബ് ബിനാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഇനി അടുത്തത് ഫസ്ലുൻ, ഒരു ഫസ്ല്, ഒരു ഉപചർച്ചയാണ്. ഇനി ഇഅ്റാബ് ബിനാ എന്ന ബാബിൽ ഉൾക്കൊള്ളുന്ന ഒരു ഉപചർച്ചയാണ്. വൽ ഇസ്മു നൗആനി, ഇസ്മുകൾ 2 വിധമുണ്ട്. മുഅ്റബുൻ വ മബ്നിയുൻ, മുഅ്റബുകളും മബ്നിയുകളും. വൽ ഇസ്മു, ഇസ്മുകൾ നൗആനി 2 വിധമുണ്ട്. മുഅ്റബുൻ, മുഅ്റബുകളും വ മബ്നിയുൻ, മബ്നികളും. അപ്പോൾ ഈ ഒരു ഇസ്മുകളെ എടുത്ത്, അറബി ഭാഷയിലുള്ള ഇസ്മുകളെ എടുത്തു നോക്കിയാൽ നമുക്കതിനെ 2ആയി കാറ്റഗറൈസ് ചെയ്യാം, 2ആയി തരംതിരിക്കാം, മുഅ്റബുകളും മബ്നികളും. ഇനി എന്താണ് മുഅ്റബ്? ഫൽ മുഅ്റബു, മുഅ്റബ് എന്നാൽ മാ, ഒന്നാണ്, യതഗയ്യറു, മാറ്റം സംഭവിക്കുന്നു, ആഖിറുഹു, അതിൻ്റെ അവസാനം മാറി മറിയുന്നു, ബി തഗയ്യുരിൽ അവാമിലി ഫീഹി, അതിൽ സംഭവിക്കുന്ന ആമിലുകൾക്കനുസരിച്ച്, ആമിലുകൾ മാറുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു പദം, ഒരു ഇസ്മ്, ആ ഇസ്മിൻ്റെ ആമിലുകൾ മാറുന്നതിനനുസരിച്ച് ആ ഇസ്മിൻ്റെ അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇസ്മുകളെയാണ് മുഅ്റബായ ഇസ്മുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കുക. ഫൽ മുഅ്റബു, മുഅ്റബ് എന്നാൽ മാ, ഒന്നാണ്, യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനം മാറുന്നു, ബി തഗയ്യുരിൽ അവാമിലി ഫീഹി, അതിലുള്ള അവാമിലുകളുടെ മാറ്റത്തിനനുസരിച്ച്. ഉദാഹരണം നോക്കൂ, അപ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. നഹ്വു ഖൗലിക ജാഅനി സൈദുൻ, ജാഅനി സൈദുൻ വറഅയ്തു സൈദൻ, വറഅയ്തു സൈദൻ.
വ മറർത്തു ബി സൈദിൻ, വ മറർത്തു ബി സൈദിൻ. ഇതിലുള്ള ഇസ്മായിട്ടുള്ള സെയ്ദ് എന്ന ഇസ്മിനെ എടുത്തുകൊണ്ട് പരിഗണിച്ചാൽ ഒന്നാമത്തെ ഉദാഹരണം ജാഅനി സെയ്ദുൻ, സെയ്ദ് ജാഅനി എൻ്റെ അടുത്തേക്ക് വന്നു, സെയ്ദുൻ സെയ്ദ് വന്നു. അവിടെ സെയ്ദിന് കിട്ടിയിട്ടുള്ളത് ലൊമ്മാണ്. അതിൻ്റെ അവസാനത്തിലേക്ക് നിങ്ങൾ നോക്കുക, ലൊമ്മാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ലൊമ്മ് സൂചിപ്പിക്കുന്ന റഫ് ഇറാബാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ, വറഅയ്തു സെയ്ദൻ, വറഅയ്തു ഞാൻ കണ്ടു, സെയ്ദൻ സെയ്ദിനെ കണ്ടു, സെയ്ദിനെ കണ്ടു. അവിടെ സെയ്ദിന് ഫതഹാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഫതഹ് സൂചിപ്പിക്കുന്ന നസ്ബാണ് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ, വ മറർത്തു ബി സെയ്ദിൻ, വ മറർത്തു ബി സെയ്ദിൻ, വ മറർത്തു ഞാൻ നടന്നു, ബി സെയ്ദിൻ സെയ്ദിൻ്റെ അടുക്കലൂടെ ഞാൻ നടന്നു. അവിടെ സെയ്ദിന് കസ്റാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കസ്ർ സൂചിപ്പിക്കുന്ന ജറാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 3 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിടത്ത് ഒരേ പദമായ സെയ്ദ് എന്നത് ആദ്യം ലൊമ്മുള്ളതായിട്ടും രണ്ടാമത് ഫതഹുള്ളതായിട്ടും മൂന്നാമത് കസ്റുള്ളതായിട്ടും സംഭവിച്ചു. ജാഅനി സെയ്ദുൻ അവിടെ ലൊമ്മായിരുന്നു, വറഅയ്തു സെയ്ദൻ അവിടെ ഫതഹായിരുന്നു, വ മറർത്തു ബി സെയ്ദിൻ അവിടെ കസ്റായിരുന്നു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്ന ഇസ്മുകൾക്കാണ് മുഅറബായ ഇസ്മുകൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അവിടെ മാറ്റം സംഭവിച്ചത് എന്നുകൂടി പറഞ്ഞു തരാം. ജാഅനി സെയ്ദുൻ എൻ്റെ അടുത്തേക്ക് സെയ്ദ് വന്നു എന്ന് പറഞ്ഞിടത്ത് സെയ്ദ് എന്ന ഇസ്മ് ജാഅയുടെ ഫാഇലായിട്ടാണ് വന്നിട്ടുള്ളത്. അഥവാ വന്ന വ്യക്തി, വരിക എന്ന ഫിഅൽ ചെയ്ത വ്യക്തി ഫാഇല് സെയ്ദായിരുന്നു. ആ സെയ്ദ് അവിടെ ഫാഇലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫാഇലിൻ്റെ ഇറാബായ റഫ്ആണ് സെയ്ദിന് കിട്ടേണ്ടത്. ആ റഫ്ഇനെ സൂചിപ്പിക്കുന്ന ലൊമ്മ് നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ ഉദാഹരണം വറഅയ്തു സെയ്ദൻ സെയ്ദിനെ ഞാൻ കണ്ടു എന്നിടത്ത് കാണുക എന്ന ഫിഅല് ഞാൻ എന്ന ഫാഇല് ചെയ്തത് സംഭവിച്ചത്, ഞാൻ എന്ന ഫാഇല് കാണുക എന്ന ഫിഅലിനെ ചെയ്തപ്പോൾ ആ കാണൽ സംഭവിച്ചത് സെയ്ദിൻ്റെ മേലിലായിരുന്നു. അഥവാ സെയ്ദ് അവിടെ മഫ്ഊലായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മഫ്ഊലായി വന്നതുകൊണ്ട് തന്നെ ആ മഫ്ഊലിൻ്റെ ഇറാബായ നസ്ബാണ് സെയ്ദിന് കിട്ടിയത്. ആ നസ്ബിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഫതഹാണ് സെയ്ദിന് കൊടുത്തത്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ വ മറർത്തു ബി സെയ്ദിൻ സെയ്ദിൻ്റെ അടുക്കലൂടെ ഞാൻ നടന്നു എന്ന് പറഞ്ഞപ്പോൾ വ മറർത്തു ബി സെയ്ദിൻ സെയ്ദ് എന്ന ഇസ്മിന് മുമ്പ് ജറിൻ്റെ ഹർഫായിട്ടുള്ള ബി എന്ന ഹർഫ് വന്നതുകൊണ്ട് സെയ്ദിന് ജറ് കൊടുക്കൽ നിർബന്ധമായി. അതുകൊണ്ട് തന്നെ ജറിനെ സൂചിപ്പിക്കുന്ന, ജറിനെ കാണിക്കുന്ന കസ്ർ സെയ്ദിന് കൊടുത്തു. ഇങ്ങനെ 3 സന്ദർഭങ്ങൾ, ആദ്യം ഫാഇലായി വന്നപ്പോൾ, പിന്നെ മഫ്ഊലായി വന്നപ്പോൾ, പിന്നെ ജറിൻ്റെ ഹർഫിന് ശേഷം വന്നപ്പോൾ, ഈ 3 സന്ദർഭങ്ങളിലും സെയ്ദിൻ്റെ ഇറാബുകൾക്ക് മാറ്റം സംഭവിച്ചു. ആ അവസാനത്തെ ഹർക്കത്തുകൾക്ക് മാറ്റം സംഭവിച്ചു. ഇങ്ങനെ മാറ്റം സംഭവിക്കുന്ന ഇസ്മുകൾക്കാണ് മുഅറബായിട്ടുള്ള ഇസ്മുകൾ എന്ന് പറയുന്നത്. ഇനി വൽ മബ്നിയു, മബ്നി ആയ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ലാ യതഗയ്യറു ആഖിറുഹു അതിൻ്റെ അവസാനം മാറുന്നില്ല, ബി തഗയ്യുരിൽ അവാമിലി ഫീഹി അതിൻ്റെ അവാമിലുകൾ മാറുന്നതിനനുസരിച്ച്. നമ്മൾ മുഅറബ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മബ്നി എന്ന് പറഞ്ഞാൽ. മുഅറബ് നമ്മൾ പറഞ്ഞു യതഗയ്യറു ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിലി ഫീഹി, അതിൻ്റെ നേരെ വിപരീതം വൽ മബ്നിയു ലാ യതഗയ്യറു ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിലി ഫീഹി അവാമിലുകൾ, അതിലുള്ള അവാമിലുകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിൽ മാറ്റം സംഭവിക്കാത്തതിനാണ് മബ്നിയ് എന്ന് പറയുന്നത്. നഹ്വു ഖൗലിക നിൻ്റെ ഉദാഹരണം പറയാണ്. ജാഅനി ഹാ ഉലായി ഈ കൂട്ടർ വന്നു, വ റഅയ്തു ഹാ ഉലായി ഈ കൂട്ടരെ ഞാൻ കണ്ടു, വ മറർത്തു ബി ഹാ ഉലായി ഈ കൂട്ടരുടെ അടുത്തുകൂടി ഞാൻ നടന്നു. സെയ്ദ് എന്ന ഇസ്മിനെ ഉപയോഗിച്ച അതേ ജുംലകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. പകരം സെയ്ദ് എന്ന ഇസ്മിന് പകരം ഹാ ഉലായി എന്ന ഒരു ഇസ്മിനെയാണ് നമ്മൾ കൊടുത്തത്. ഈ കൂട്ടർ എന്ന അർത്ഥം പറയുന്ന, അല്ലെങ്കിൽ ഈ വിഭാഗക്കാർ എന്ന അർത്ഥം വരുന്ന ഹാ ഉലായി എന്ന ഒരു ഇസ്മിനെയാണ് നമ്മൾ കൊടുത്തത്. ജാഅനി ഹാ ഉലായി ഈ കൂട്ടർ വന്നു എന്നുള്ളിടത്ത്
ഹാ ഉലായി സെയ്ദ് വന്നതുപോലെ ഫായിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെയ്ദിൽ പറഞ്ഞതുപോലെ റഫ് ആണ് കിട്ടേണ്ടത്. ആ റഫിനെ സൂചിപ്പിക്കുന്ന ലൊമ്മായിരുന്നു കൊടുക്കേണ്ടത്. അവിടെ ജാഅനി ഹാ ഉലായി എന്ന് അംസക്ക് കസ്ർ തന്നെയാണ് കൊടുത്തത്. വറഅയ്തു ഹാ ഉലായി എന്നുള്ളിടത്ത് ഹാ ഉലായി മഫ്ഊലായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ മഫ്ഊലിൻ്റെ ഏറാബായ നസ്ബ് കൊടുക്കണം. നസ്ബിനെ സൂചിപ്പിക്കാൻ ഫതഹ് കൊടുക്കണം. പക്ഷേ അവിടെയും ഹാ ഉലായിയുടെ അംസക്ക് കസ്ർ തന്നെയാണ് കിട്ടിയത്. മറർത്തു ബി ഹാ ഉലായി എന്നുള്ളിടത്ത് ബി എന്ന ജെറിൻ്റെ ഹർഫിന് ശേഷമാണ് ഹാ ഉലായി എന്ന ഇസ്മ സംഭവിച്ചത്. അതുകൊണ്ട് ഹാ ഉലായിക്ക് ജെറ് കൊടുക്കണം, ജെറിൻ്റെ അലാമത്തിനെ സൂചിപ്പിക്കുന്ന കസർ കൊടുക്കണം. അവിടെയും ഹംസക്ക് കസർ തന്നെയാണ്. ഇവിടെ സെയ്ദ് വന്നതുപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഫായിലായിട്ടും മഫ്ഊലായിട്ടും ജെറിൻ്റെ ഹർഫിന് ശേഷവും ഒക്കെ ഹാ ഉലായി വന്നപ്പോൾ സെയ്ദിന് മാറ്റം സംഭവിച്ചതുപോലെ ഹാ ഉലായിയുടെ അവസാനത്തെ ഹർക്കത്തിനുകൾക്ക് മാറ്റം സംഭവിച്ചില്ല. നമ്മൾ സെയ്ദ് പറഞ്ഞെടുത്ത് ജാഅനി സെയ്ദുൻ ലൊമ്മ് പറഞ്ഞു, റഅയ്തു സെയ്ദൻ ഫതഹ് പറഞ്ഞു, മറർത്തു ബി സെയ്ദിൻ കസ്ർ പറഞ്ഞു. ഓരോ സന്ദർഭത്തിലും സെയ്ദിൻ്റെ ഹർക്കത്തുകൾക്ക് മാറ്റം, അവസാനത്തിന് മാറ്റം സംഭവിച്ചു. പക്ഷേ ഹാ ഉലായി എന്ന ഇസ്മിൻ്റെ അവസാനത്തിന് ഏത് സന്ദർഭത്തിൽ വന്നപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഇസ്മുകൾക്കാണ് ഏത് സന്ദർഭത്തിൽ വന്നാലും ഏത് അവാമിലുകൾ മാറിയാലും അവസാനത്തിന് ഒരു മാറ്റവും സംഭവിക്കാത്ത ഇസ്മുകൾക്കാണ് മബ്നിയായ ഇസ്മുകൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്മുകളെ നമ്മൾ രണ്ടാക്കി തിരിച്ചു, മുഅറബുകളും മബ്നികളും. മുഅറബുകൾ എന്ന് പറഞ്ഞാൽ അവാമിൽ മാറുന്നതിനനുസരിച്ച്, സന്ദർഭങ്ങൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഇസ്മുകളെ മുഅറബായ ഇസ്മുകൾ എന്ന് പറയുന്നു. ഇനി ഏത് അവാമിൽ വന്നാലും ഏത് സാഹചര്യത്തിൽ വന്നാലും അവസാനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഇസ്മുകളെ മബ്നിയായ ഇസ്മുകൾ എന്നും പറയുന്നു. മുഅറബായ ഇസ്മിന് ഉദാഹരണമാണ് സെയ്ദ് എന്നുള്ളത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു ജാഅനി സെയ്ദുൻ, അവിടെ ലൊമ്മായിരുന്നു. വറഅയ്തു സെയ്ദൻ അവിടെ ഫതഹായി മാറി. മറർത്തു ബി സെയ്ദിൻ അവിടെ കസ്റായി മാറി. എന്നാൽ മബ്നിയിന് ഉദാഹരണമായ ഹാ ഉലായി നമ്മൾ പറഞ്ഞപ്പോൾ ജാഅനി ഹാ ഉലായി അവിടെ കസ്ർ തന്നെയാണ്. റഅയ്തു ഹാ ഉലായി അവിടെയും കസ്ർ തന്നെയാണ്. മറർത്തു ബി ഹാ ഉലായി അവിടെയും കസ്ർ തന്നെയാണ്. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഇസ്മുകളെ രണ്ടാക്കി തരംതിരിക്കുന്നു, മുഅറബുകളും മബ്നികളും. അവസാനത്തിൽ ആമിലുകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിന് മാറ്റം സംഭവിക്കുമെങ്കിൽ അവയെ മുഅറബുകളെന്നും, മാറ്റം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവയെ മബ്നി എന്നും പറയുന്നു. ഇനി ഫസ്ലുൻ, മറ്റൊരു ഉപചർച്ച കൂടി പറയാനിരിക്കുകയാണ്. വൽ മുഅറബു, മുഅറബ് ഫിൽ കലാമി, കലാമുകളിൽ നൗആനി രണ്ടെണ്ണമാണ്. വൽ മുഅറബു, മുഅറബുകൾ നമ്മൾ പറഞ്ഞു അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നവ. അത് ഫിൽ കലാമി, കലാമിൽ നൗആനി രണ്ടെണ്ണമാണ്. കലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 വിഭാഗങ്ങളാണ് കലാമുകൾ: ഇസ്മ്, ഫിഅല്, ഹർഫ്. ഈ കലാമിൽ മുഅറബുകൾ രണ്ടെണ്ണത്തിൽ മാത്രമാണ്. ഒന്ന് അൽ ഇസ്മുൽ മുതമക്കിനു, മുഅറബാകാൻ സാധിക്കുന്ന ഇസ്മുകൾ. അൽ ഇസ്മുൽ മുതമക്കിനു, മുതമക്കിൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മുഅറബാകാൻ സാധിക്കുന്ന ഇസ്മുകൾ എന്ന്. നമ്മൾ ഇസ്മുകൾ മുഅറബുകൾ ഉണ്ടാവാം, മബ്നികൾ ഉണ്ടാവാം. രണ്ടും നമ്മൾ മുമ്പ് പറഞ്ഞു. മുഅറബിന് ഉദാഹരണം സെയ്ദ് എന്നും മബ്നിയിന് ഉദാഹരണം ഹാ ഉലായി എന്നും പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലായി ഇസ്മുകളിൽ മുഅറബ് ഉണ്ടാവാം, മബ്നി ഉണ്ടാവാം. അപ്പോൾ ഇവിടെ പറയുകയാണ് മുഅറബ് ആയിട്ടുള്ള ഇസ്മുകൾ എന്നാൽ അൽ ഇസ്മുൽ മുതമക്കിനു, മുഅറബാകാൻ സാധിക്കുന്ന ഇസ്മുകൾ. അതാണ് കലാമിൽ ഒരു മുഅറബ്. രണ്ടാമത്തെ മുഅറബ് വൽ ഫിഅലുൽ മുളാരിഉ, മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ, മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ. അപ്പോൾ കലാം എന്നാൽ ഇസ്മു, ഫിഅല്, ഹർഫ്. ഇവയിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് മുഅറബുകൾ സംഭവിക്കുന്നത്. ഒന്ന് അൽ ഇസ്മുൽ മുതമക്കിനു, മുഅറബാകാൻ സാധ്യതയുള്ള, മുഅറബാകാൻ സാധിക്കുന്ന ഇസ്മുകൾ. രണ്ട് വൽ ഫിഅലുൽ മുളാരിഉ, മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ. മുളാരി ആയിട്ടുള്ള ഫിഅലുകളാണ് മുഅറബുകൾ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റു ഫിഅലുകളൊന്നും തന്നെ മുഅറബുകളല്ല. അഥവാ മാദിയായ ഫിഅലുകൾ ഉണ്ടാവാം, അംറായ ഫിഅലുകൾ ഉണ്ടാവാം, നഹിയായ ഫിഅലുകൾ ഉണ്ടാവാം. ഇതൊന്നും തന്നെ മുഅറബുകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും മുഅറബല്ല എന്നുണ്ടെങ്കിൽ മബ്നിയായിരിക്കും. ഫിഅൽ മാദി മബ്നിയായിരിക്കും, അംർ ഫിഅൽ മബ്നിയായിരിക്കും, നഹി ഫിഅൽ മബ്നിയായിരിക്കും. അപ്പോൾ മുഅറബായിട്ടുള്ളത് ഫിഅലുകളിൽ നിന്ന് മുളാരിയ മാത്രവും ഇസ്മുകളിൽ നിന്ന് മുഅറബാകാൻ സാധ്യമാകുന്ന ഇസ്മുകളുമാണ്. ബാക്കിയെല്ലാം മബ്നികളായിരിക്കും. ഇനി എന്താണ് ഇസ്മുൽ മുതമക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൽ ഇസ്മുൽ മുതമക്കിനു. അപ്പോൾ ഇസ്മു മുതമക്കിൻ എന്ന് പറഞ്ഞാൽ
ഒന്നാണ് യതമക്കനു ഫീഹിൽ ഇഅ്റാബു, അതിൽ ഇഅ്റാബ് ആകാൻ സാധിക്കുന്നു, അതിൽ മുഅറബാകാൻ ഇഅ്റാബുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. യതമക്കനു സാധ്യമാകുന്നു, ഫീഹി ആ ഒന്നിൽ അൽ ഇഅ്റാബു ഇഅ്റാബുകൾ സാധ്യമാകുന്നു. ഇഅ്റാബുകൾ നമ്മൾ പറഞ്ഞു 4 എണ്ണമാണ്: റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. അതിൽ തന്നെ ഇസ്മിൽ സംഭവിക്കുന്നത് 3 എണ്ണമേ ഉള്ളൂ: റഫ്അ്, നസ്ബ്, ജർറ് എന്നിവ. അപ്പോൾ ഈ ഇസ്മിൽ സംഭവിക്കുന്ന 3 ഇഅ്റാബുകളെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഇസ്മുകൾ ഏതൊക്കെയുണ്ടോ അവയൊക്കെ ഇസ്മുൽ മുത്തമക്കിൻ എന്ന് പറയാൻ പറ്റും. നഹ്വ കൗലിക, ഏതുപോലെ ജാഅനി സൈദുൻ വറഅയ്തു സൈദൻ വമറർതു ബിസൈദിൻ. നമ്മൾ പറഞ്ഞു ഒന്നാമത്തേതിൽ ഫായിലായിരുന്നു, റഫ് കൊടുത്തു. രണ്ടാമത്തേതിൽ മഫ്ഊലായിരുന്നു, നസ്ബ് കൊടുത്തു. മൂന്നാമത്തേതിൽ ജറിൻ്റെ ഹർഫിന് ശേഷം വന്നു, അതുകൊണ്ട് ജറ് കൊടുത്തു. അപ്പോൾ ഇഅ്റാബുകൾ, ഇസ്മിൽ പ്രത്യേകമായിട്ടുള്ള ഇഅ്റാബുകളായ 3 ഇഅ്റാബുകളെയും ഈ സെയ്ദ് എന്ന പദത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സെയ്ദ് എന്നത് മുഅറബായിട്ടുള്ള ഇസ്മാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി വൽ ഫിഅലുൽ മുലാരിഉ, ഫിഅൽ മുലാരി എന്ന് പറഞ്ഞാൽ ഒന്നാണ് കാന ഫി അവ്വലിഹി, അതിൻ്റെ ആദ്യത്തിൽ ഉണ്ട് ഇഹ്ദസ് സവാഇദിൽ അർബഇ, 4 സായിദയായ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. ശ്രദ്ധിക്കുക, വൽ ഫിഅലുൽ മുലാരിഇ, മുലാരിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലാണ്. കാന ഫി അവ്വലിഹി, അതിൻ്റെ തുടക്കത്തിലുണ്ട് ഇഹ്ദസ് സവാഇദിൽ അർബഇ, 4 സായിദയായ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം അതിൻ്റെ തുടക്കത്തിലുണ്ട്. അഥവാ മുലാറഅത്തിൻ്റെ അക്ഷരങ്ങൾ 4 എണ്ണമാണ്. ഒരു അസ്രിയായ അക്ഷരങ്ങളുള്ള ഫിഅലിനോട് കൂടെ അതിൻ്റെ അടിസ്ഥാന അക്ഷരങ്ങളോട് കൂടെ ഈ മുലാരിൻ്റെ അക്ഷരങ്ങൾ 4 എണ്ണമായ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പ്രവേശിച്ചാൽ അത്തരം ഫിഅലുകളെയാണ് മുലാരിയായ ഫിഅലുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മുലാറഅത്തിൻ്റെ 4 അക്ഷരങ്ങൾ, സായിദിയായി വരുന്ന 4 അക്ഷരങ്ങൾ? വഹിയ, അത് അൽ അലിഫു, 1 അലിഫാണ്. വത്താഉ, 2 താ ആണ്. വൽ യാഉ, 3 യാ. വന്നൂനു, 4 നൂന്. അലിഫ്, താ, യാ, നൂന് എന്നീ 4 മുലാറഅത്തിൻ്റെ സായിദയായ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു ഫിഅലിൻ്റെ അടിസ്ഥാനപരമായ അക്ഷരങ്ങളുടെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ഫിഅലിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അത്തരം ഫിഅലുകളെയാണ് മുലാരിയായ ഫിഅലുകൾ എന്ന് പറയുന്നത്. അലിഫ്, താ, യാ, നൂന് എന്നിവ ഏതെങ്കിലും ഒരു ഫിഅലിൻ്റെ ആദ്യത്തിലുണ്ടെങ്കിൽ അവയെയാണ് മുലാരിയായ ഫിഅലുകൾ എന്ന് പറയുന്നത്. വയജ്മഉഹ, ഈ 4 അക്ഷരങ്ങളെയും കൂട്ടി പറയാൻ, എളുപ്പത്തിന് പറയാൻ പറ്റും. ഫിൽ ലഫ്ദി ഖൗലിക അത്തൈന, അത്തൈന അല്ലേ, പഠിക്കാൻ സുഖത്തിന് അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ സുഖത്തിന് മുലാറഅത്തിൻ്റെ അക്ഷരങ്ങളെ കൂട്ടിക്കൊണ്ടൊരു വാക്കാക്കി നമുക്ക് മാറ്റാം. അത്തൈന, അത്തൈന എന്ന് പറയുന്ന വാക്കിലുള്ള 4 അക്ഷരങ്ങൾ അഥവാ അലിഫ്, താ, യാ, നൂന് എന്നീ 4 അക്ഷരങ്ങളാണ് മുലാറഅത്തിൻ്റെ അക്ഷരങ്ങൾ. വയജ്മഉഹ, ആ മുലാറഅത്തിൻ്റെ 4 അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടാം. ഫിൽ ലഫ്ളി ഖൗലിക അത്തൈന, അത്തൈന എന്ന പദത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടി പറയാൻ സുഖത്തിന്, പഠിക്കാൻ സുഖത്തിന്, ഓർത്തു വെക്കാനൊക്കെ സുഖത്തിന് അങ്ങനെ പറഞ്ഞതാണ് അത്തൈന. വതഖൂലു, നീ പറയും. ഹുവ യഫ്അലു, അവൻ പ്രവർത്തിക്കും. വ അൻത തഫ്അലു, നീ പ്രവർത്തിക്കും. വ അന അഫ്അലു, ഞാൻ പ്രവർത്തിക്കും. വ നഹ്നു നഫ്അലു, നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഒരു ഫിഅലിനെ എങ്ങനെ മുലാരിയാക്കാം, അല്ലെങ്കിൽ ഒരു മുലാരിയായ ഫിഅല് എങ്ങനെ വരാം എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. ഒന്ന് യഫ്അലു, യാ, ഫഅല എന്ന ഫിഅലിൻ്റെ അടിസ്ഥാനമായ അക്ഷരങ്ങളുടെ തുടക്കത്തിൽ യാ വന്നു. നമ്മുടെ അത്തൈന എന്ന 4 അക്ഷരങ്ങളിൽ ഒന്നായിരുന്നു യാ, അത് വന്നു. യഫ്അലു, അത് മുലാരിയായി. 2 തഫ്അലു, താ വന്നു. 3 അഫ്അലു, അലിഫ് വന്നു. 4 നഫ്അലു, നൂന് വന്നു. ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു ഫിഅലിനോട് കൂടെ ഈ പറയപ്പെട്ട അത്തൈന എന്ന കലിമത്തിലുള്ള 4 അക്ഷരം വന്നാൽ ആ ഫിഅലുകളെയാണ് മുലാരിയായ ഫിഅലുകൾ എന്ന് പറയുന്നത്. ആ മുലാരിയായ ഫിഅലുകളൊക്കെ തന്നെയും മുഅറബുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫസലിൽ പറഞ്ഞത് കലാമിൽ മുഅറബുകൾ 2 എണ്ണമാണ്. കലാം എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇസ്മ്, ഫിഅല്, ഹർഫ്. ഈ 3 എണ്ണത്തിനാണ് കലാമുകളെ നമ്മൾ ഈ 3 എണ്ണത്തിലാക്കി ചുരുക്കിയതാണ്. അപ്പോൾ ഇസ്മു, ഫിഅല്, ഹർഫ് എന്നിവയിൽ 2 എണ്ണത്തിലാണ് മുഅറബുകൾ സംഭവിക്കുക. ഒന്ന് അൽ ഇസ്മുൽ മുത്തമക്കിനു, മുഅറബാകാൻ സാധിക്കുന്ന ഇസ്മുകൾ, ഉദാഹരണം സെയ്ദ്. 2 ഫിഅലുൽ മുലാരി, മുലാരി ആയിട്ടുള്ള ഫിഅലുകൾ. അതിൻ്റെ മുലാരിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ അത്തൈന എന്ന പദത്തിലുള്ള 4 അക്ഷരം ഒരു ഫിഅലിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഫിഅലിനെയാണ്, സായിദയായി വന്നു കഴിഞ്ഞാൽ ആ ഫിഅലിനെയാണ് മുലാരിയായ ഫിഅലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മുലാരിയായ ഫിഅലും ഒരു കലാമിൽ മുഅറബായിട്ടുള്ള 2 കാര്യങ്ങൾ മാത്രമാണ്. ഇസ്മുകളിൽ നിന്ന് മുത്തമക്കിനായ ഇസ്മുകളും
ഫിഅലുകളിൽ നിന്ന് മുലാരിയായ ഫീലുകളും. ബാക്കി എല്ലാ കലാമുകളും അത് ഇസ്മുകളാവട്ടെ, ഫിഅലുകളാവട്ടെ, ഹർഫുകളാവട്ടെ, ബാക്കി എല്ലാതും തന്നെ മബ്നികളായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സബക്കിൽ നമ്മൾ പറഞ്ഞത് ഇഅ്റാബുകളും മുഅറബുകളും മബ്നികളുമാണ്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ഉണ്ട് എന്ന് പറഞ്ഞു: റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. അതിൽ തന്നെ ഇസ്മിൽ റഫ്ഉം നസ്ബും ഇസ്മിലും ഫിഅലിലും വരുന്നു. ജർറ് ഇസ്മിൽ മാത്രവും ജസ്മ് ഫിഅലിൽ മാത്രവും വരുന്നു. ബിനാഉം അതുപോലെ തന്നെ 4 നമ്മൾ പറഞ്ഞു: ഫതഹ്, കസ്ർ, ലൊമ്മ്, സുക്കൂന് അല്ലെങ്കിൽ വഖഫ് എന്ന് പറഞ്ഞു. പിന്നെ 2 വ്യത്യാസങ്ങൾ പറഞ്ഞു. ഇഅ്റാബും ബിനാഉം തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ. ഇഅ്റാബുകൾ എന്നുള്ളത് മാറ്റം സംഭവിക്കുന്നു, ബിനാഉകൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ഇഅ്റാബുകൾ ഒരു കലിമത്തിൻ്റെ അവസാനത്തിലായിരിക്കും, ബിനാഉകൾ ഒരു കലിമത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ വരാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇസ്മുകളിൽ മുഅറബുകളും മബ്നികളും രണ്ടും ഉണ്ടാകാം. ഇസ്മുകൾ 2ആക്കി തരംതിരിച്ചു: മുഅറബുകളും മബ്നികളും. മുഅറബുകൾ എന്ന് പറഞ്ഞാൽ അവാമിലുകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അവയെ മുഅറബുകളെന്നും, അവാമിലുകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവയെ മബ്നികളെന്നും പറയുന്നു. മുഅറബിന് ഉദാഹരണം സെയ്ദ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ജാഅനി സെയ്ദുൻ വറഅയ്തു സെയ്ദൻ വമറർതു ബി സെയ്ദിൻ. 3ഇടത്തും 3 ഇഅ്റാബുകളാണ്, 3 ഹർക്കത്തുകളാണ് കിട്ടിയത്. എന്നാൽ ജാഅനി ഹൗലായി വറഅയ്തു ഹൗലായി വമറർതു ബി ഹൗലായി, ആ 3 സന്ദർഭങ്ങളിലും ഹൗലായിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതിൻ്റെ ഹർക്കത്തുകൾക്കോ അവസാനത്തിലോ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മബ്നിയായ ഇസ്മിന് ഉദാഹരണം ഹൗലായി എന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കലാമിൽ മുഅറബുകൾ 2 എണ്ണത്തിൽ മാത്രമാണ്. ഒന്ന് അൽ ഇസ്മുൽ മുത്തമക്കിനു, മുഅറബാകാൻ സാധ്യതയുള്ള ഇസ്മുകളാണ്. 2 ഫിഅലുൽ മുലാരിയായ ഫിഅലുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി മുഅറബാകാൻ സാധിക്കാത്ത ഇസ്മുകളെല്ലാം മബ്നിയായിരിക്കും. അതുപോലെ തന്നെ മുലാരി അല്ലാത്ത ഫേലുകളെല്ലാം, അഥവാ മാദിയാവട്ടെ, അംറാവട്ടെ, നഹിയാവട്ടെ, മുലാരി അല്ലാത്ത ഫേലുകളെല്ലാം മബ്നിയായിരിക്കും. ഇനി എന്താണ് മുലാരി എന്നും നമ്മൾ പഠിച്ചു. കൂടെ മുലാറാത്തിൻ്റെ അക്ഷരങ്ങളായ അത്തൈന, അലിഫ്, താ, യാ, നൂന് എന്നീ 4 അക്ഷരം ഒരു ഫിഅലിൻ്റെ തുടക്കത്തിൽ സായിദയായി വന്നാൽ അത്തരം ഫിഅലുകൾക്കാണ് മുലാരിയായ ഫിഅലുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞത് യഫ്അലു, തഫ്അലു, അഫ്അലു, നഫ്അലു.